ഗൈസ്, അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിൽ പുതിയതായിട്ട് തുടങ്ങിയേക്കണ ഡീപ്പ് വണ്ടേഴ്സ്. അപ്പോൾ 7 വണ്ടേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ഇവിടെ മറൈൻ വേൾഡ് ഡീപ്പ് വണ്ടേഴ്സ് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ AC ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയ ആൾക്കാർ ഇറങ്ങിയിട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊന്ന് പോയി വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഒരു 8 മണിക്ക് 10 മിനിറ്റ് വരെ നീളുന്ന ഒരു ചെറിയൊരു ട്രിപ്പാണ് അല്ലേ. ഒരു ബോട്ട് പോലെ സംഭവത്തിൻ്റെ അത് കയറിയിട്ട് ഒരു ഗ്ലാസ് ക്യാബിൻ്റെ അകത്താണ് പോണത്. അപ്പോൾ സംഭവം നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം അല്ലേ. ഇത് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം. എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു എന്താണ് അഭിപ്രായം? ഒന്നുമില്ല, എക്സൈറ്റഡ് ആണ്. നോക്കട്ടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ കയറാൻ പോയാണ്. നമ്മളത് ഡീപ്പ് വണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ പോയി. വാടു വാ ഇതൊരു ബോട്ടാണെന്ന് വാ. ഇല്ലതേ ഇതേ. അപ്പോൾ ഇത് ഇതൊരു ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സംഭവം കാണാൻ പറ്റും. വാ പ്രിയ വാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ബട്ടണൊക്കെ ഉണ്ട്. ആ വൈറ്റ് ബട്ടൺ അമർത്തിയാൽ മതി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വേറൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6-7 പേർക്ക് 8 പേർക്ക് കയറാൻ പറ്റുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സംഭവം തുടങ്ങിയെന്നാണ്, നമുക്കറിയില്ല. ഒരു മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. മുകളിൽ AC ഒക്കെ ഉള്ളൊരു ക്യാബിനാണ് ഇത്. AC ഒക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? എടുത്ത് കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ ദേ അവിടെ കാണുന്നുണ്ട്. സംഭവം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ നല്ല സുഖമായിട്ടിരിക്കുക. മമ്മിക്ക് ഭ്രാന്തല്ലേ. ഗൈസ്, അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരുന്നാലാണ് ശരിക്കും കാണാൻ പറ്റും. അത് കണ്ട വെള്ളം ഉണ്ടത് കണ്ടാ. വെള്ളമാണത്, വെള്ളമാണ്, വെള്ളം തന്നെയാണ്. ഇത് കണ്ട. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ പോവുകയാണ്. ഇതേ നോക്കി. വണ്ടർഫുൾ മമ്മി. അല്ലല്ല, പിരമിഡാണ് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ആദ്യം കാണുന്നത്. കണ്ട പിരമിഡിൻ്റെ മുമ്പിൽ കൂടി നമ്മളിതേ ഒരു മുഖം കാണുകയാണ്. പ്രതിമേട്ടാ. യെസ്, പണ്ടത്തെ ഇത് കാണുന്നുണ്ടല്ലേ. അതേ മീൻ പോണു. അതേ മത്സ്യങ്ങൾ. പിന്നല്ല, മറൈൻ വേൾഡിൽ ശരിക്കുള്ള മീനല്ലേ ഇത്. അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ വർക്ക് ചെയ്യണത് കാണാം. പുള്ളി അത് ക്ലീനാക്കിയാണ് കേട്ടോ. ഇവിടെ ഡെയിലി ക്ലീനാക്കിക്കൊണ്ടിരിക്കുക. ഇതേ ഒരു ബോട്ട്. ഇത് മറ്റേ ടൈറ്റാനിക്കാണോ? ടൈറ്റാനിക് പൊളിഞ്ഞ് കിടക്കുന്നു. ചൈന വാളല്ലേ. 7 വണ്ടേഴ്സ് ആണ് ചൈന വാൾ. കൊളോസി അല്ലേ. താജ്മഹൽ ഉണ്ടാവും. ഇതിപ്പോൾ ചൈനയുടെ വൻമതിൽ. നട്ടറല്ലേ, ചൈനയുടെ വൻമതിൽ. ഇതവിടെയൊക്കെ നിറയെ മീൻ കേട്ടോ. മുകളിലൊക്കെ നിറയെ മീനുകളുണ്ട്.
ഓ രസമല്ലേ? അങ്ങനെ പാപ്പനെ കൊണ്ട് ഞാൻ വിചാരിച്ച പുള്ളിക്കിട്ട്, പക്ഷേ ലോങ് ട്രാവൽ പറ്റില്ല എന്ന് പറഞ്ഞോ. ഗൈസ്, അപ്പം ഇത്രയും നേരം നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയേക്കിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കണ്ട. ഇത് നമ്മുടെ ഇതല്ലേ കുത്തബ് മിനാർ. കുത്തബ് മിനാർ അതെന്തിട്ടാണ് പേരറിയോ? ഇത് നോക്കിയ ചൈന വോളൊക്കെ അടിപൊളിയായിട്ട് കാണാല്ലേ? ആ, മറ്റേ ബ്രസീലിലെ ക്രൈസ്റ്റ്. താജ്മഹൽ. ഗൈസ്, അപ്പോൾ താജ്മഹൽ കണ്ടെങ്കിൽ നമ്മൾ
ഇങ്ങോട്ട് മീനില്ല അല്ലേ? നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തെത്തിയില്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഡോർ ഓപ്പണായി. ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാം. ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടകം. വളരെ നൈസായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഏകദേശം 6 പേര് 7 പേർക്കൊക്കെ കയറാൻ പറ്റിയ നല്ലൊരു പെട്ടകമാണ്. AC ഒക്കെ ഉണ്ട്, മുകളിൽ AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ CCTV ക്യാമറ ഉണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷണർ ഉണ്ട്. അങ്ങനെ എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതൊരു ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് 7 വണ്ടേഴ്സ് ഉണ്ടാക്കിയേക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ താങ്ക് യു. നല്ല സംഭവമായിരുന്നു. ഓക്കെ, നൈസായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായി?